മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലഘു സഹായക്രിയയുടെ നിയമങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ 3 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? നട്കഡ് ബദക്കേം ദേക്കിനെ ലഗ്താഹേ, നട്കഡ് താറാവുകളെ നോക്കാൻ തുടങ്ങുന്നു. നട്കഡ് അമരൂദ് തോടനെ ലഗ്താഹേ, നട്കഡ് അമരൂദ് പറിക്കാൻ തുടങ്ങുന്നു. അവസാനമായി തന്നിരിക്കുന്ന വഹ് കേൽനെ ലഗ്താഹേ, അവൻ കളിക്കാൻ തുടങ്ങുന്നു. ഈ 3 സെൻറ്റൻസിലും ദേക്കിനെ ലഗ്താഹേ, തോടനെ ലഗ്താഹേ ഓർ ഖേൽനെ ലഗ്താഹേ എന്നാണ് പറഞ്ഞത്. ഇതിൽ ആദ്യത്തെ ക്രിയ ദേക്കിനെ എന്ന് പറയുന്ന പ്രധാന ക്രിയ, തോടിനെ ഖേൽനെ എന്ന് പറയുന്നതും പ്രധാന ക്രിയയാണ്. അതിനുശേഷം പറയുന്നത് ലഗ്താഹേയാണ്. ലഗ്താഹേ എന്ന് പറയുന്നത് സഹായക ക്രിയയാണ്. അപ്പോൾ ഈ സഹായക്രിയ വന്നാൽ ഈ സഹായക്രിയയെ വിളിക്കുന്നത് ആരംഭബോധക സഹായക ക്രിയ എന്നാണ് വിളിക്കുന്നത്. എന്നുവെച്ചാൽ ആരംഭിക്കുന്നു അല്ലെങ്കിൽ തുടങ്ങി, ആരംഭിച്ചു അല്ലെങ്കിൽ തുടങ്ങി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ആരംഭബോധക സഹായക്രിയയായ ലഘു വന്നാൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തത് പ്രധാന ക്രിയയോട് കൂടി നെ നിർബന്ധമായിട്ടും ചേർക്കണം. അടുത്തായിട്ട് ലഘു സഹായക്രിയ വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ ലിംഗവചനം അനുസരിച്ച്, സബ്ജക്റ്റ് ഏകവചനമാണെങ്കിലും ലഘും ഏകവചനത്തിലായിരിക്കണം, അത് സ്ത്രീലിംഗമാണെങ്കിൽ സ്ത്രീലിംഗത്തിലായിരിക്കണം, പുല്ലിംഗമാണെങ്കിൽ പുല്ലിംഗത്തിലുമായിരിക്കണം. ഏത് ലിംഗവചനത്തിലാണോ സബ്ജക്റ്റ് ആ ലിംഗവചനത്തിന് അനുസരണമായിട്ട് നമ്മൾ ലഘു മാറ്റി എഴുതേണ്ടതാണ്. ഈ ക്രിയകൾ, ഈ ദേക്കിനെ ലഗ്താഹേ, തോടിനെ ലഗ്താഹേ, പിന്നെ ഖേൽനെ ലഗ്താഹേ എന്നൊക്കെ പറയുന്ന സെൻറ്റൻസ് സാമാന്യ വർത്തമാനകാല ക്രിയയാണ്. അപ്പോൾ സാമാന്യ വർത്തമാനകാല ക്രിയയിൽ സബ്ജക്റ്റ് എല്ലാം നട്കഡ് അല്ലെങ്കിൽ വഹാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കേണ്ടത് ലഘു സഹായക്രിയ വന്നു കഴിഞ്ഞാൽ പ്രധാന ക്രിയയോടുകൂടി നെ ചേർന്നിരിക്കണം. കർത്താക്കെ ലിംഗവചനയ്ക്ക് അനുസാർ, കർത്താവിൻ്റെ സബ്ജക്റ്റിൻ്റെ ലിംഗവചനം അനുസരിച്ച് ലഘു എന്നുള്ളത് ലഗ്താഹേ എന്നോ ലഗ്തേ ഹൈം എന്നോ ലഗ്തീഹേ ലഗ്തീ ഹൈം അല്ലെങ്കിൽ ലഗ്താഹും ലഗ്തീഹും ലഗ്തീഹോ ലഗ്തീഹോ, ഇങ്ങനെയാണ് സാമാന്യ വർത്തമാനകാലത്തിൽ നമ്മൾ സെൻറ്റൻസുകൾ മാറ്റി എഴുതുന്നത്. ഇനി അടുത്തതായിട്ട് മറ്റൊരു ഉദാഹരണം നോക്കിക്കേ. എന്താണ് സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്? അവിടെ നട്കഡ് കുഷ് ഹോക്കർ താലി ബജാനെ ലഗ എന്നാണ് സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താലി ബജാനെ ലഗ, ലഗ എന്നാണ്. അപ്പോൾ അത് സാമാന്യ ഭൂതകാല ക്രിയയാണ്. അപ്പോൾ സാമാന്യ ഭൂതകാല ക്രിയ ആണെങ്കിലും സബ്ജക്റ്റിൻ്റെ ലിംഗവചനം അനുസരിച്ച് നമ്മൾ ലഘു മാറ്റി എഴുതുന്നതിനോടൊപ്പം തന്നെ പ്രധാന ക്രിയയോട് കൂടിയിട്ട്, അവിടെ പ്രധാന ക്രിയ എന്ന് പറയുന്നത് ബജിനെ ആണ്, അപ്പം നെ ചേർത്ത് എഴുതണം. അപ്പോൾ വർത്തമാനകാല ക്രിയ ആയാലും ഭൂതകാല ക്രിയ ആയാലും ശരി തന്നെ പ്രധാന ക്രിയയോടുകൂടി ലഘു വന്നാൽ നെ ചേർത്ത് എഴുതണം. പിന്നെന്താ മനസ്സിലാക്കേണ്ടത്? ഇനി ചിലർക്ക് സംശയം കാണും, ഭൂതകാലത്തിൽ നമ്മൾ നേയുടെ പ്രയോഗം ചെയ്യാറുണ്ട്. സകർമ്മക്രിയ ആണെങ്കിൽ നേ ചേർക്കാറുണ്ട്, കർത്താവിൻ്റെ കൂടെ നേ ചേർത്ത് എഴുതാറുണ്ട്. പക്ഷേ നമ്മൾ ലഘു സഹായക്രിയ വന്നാൽ ഭൂതകാല സകർമ്മക്രിയ ആണെങ്കിലും നമ്മൾ കർത്താവിനോടുകൂടി നേ ചേർക്കത്തില്ല, കർത്താവിനോടുകൂടിയാണ്. എന്നാൽ പ്രധാന ക്രിയയോട് കൂടിയിട്ട് നേ ചേർത്ത് എഴുതുകയും ചെയ്യും. കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ ലഘിൻ്റെ പ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ലഡ്കി ഗീത് ഗാനേ ലഗി, അത് ലഡ്കി സ്ത്രീലിംഗമായതുകൊണ്ടാണ് ലഗി ചേർത്തത്, ക്രിയയുടെ കൂടെ നേ ഉണ്ട്. ലഡ്ക ഗീത് ഗാനേ ലഗ, ലഡ്ക ഏകവചനമാണ്, അതുകൊണ്ട് ലഗ ഗാനേ ലഗ എന്ന് പ്രയോഗിച്ചു. ലഡ്കെ ഗീത് ഗാനേ ലഗെ, ലഡ്കയാണ്, അപ്പോൾ അതുകൊണ്ട് ബഹുവചനമാണ്, ലഗെ എന്ന് പ്രയോഗിച്ചു. കൂട്ടുകാരും പുസ്തകത്തിൽ ഇതുപോലുള്ള സെൻറ്റൻസ് കണ്ടുപിടിച്ച് എഴുതാൻ ശ്രമിക്കുക.